ഗുഡ് മോർണിംഗ്. ഇന്നലെ ചെയ്ത ആപ്ലിക് വർക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്നലെ വൈറ്റ് ഒരു പീസ് നെറ്റിൻ്റെ തുണി, ഗ്ലാസ് ടൈപ്പ് തുണി എടുത്ത് കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. ഞാനത് ഈവനിങ്ങിൽ ഹാൻഡ് എംബ്രോയ്ഡറി ബട്ടൺ ഹോൾ സ്റ്റിച്ചിട്ടിട്ട് ചെയ്തു വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഈ ഒരു തുണി നമ്മൾ ചെയ്യുമ്പോൾ അത് കാണിക്കാൻ കൂടിയാണ് ഞാനിപ്പോൾ അത് തന്നെ എടുത്തിട്ട് ഫ്രെയിം ഇട്ടത്. കാരണം അത് ചെയ്യുമ്പോൾ ആ തുണി ചെറുതായിട്ട് വലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഷേപ്പ് കണ്ടോ, കറക്റ്റായി കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ തുണികളിൽ ചെയ്യുമ്പോൾ ഒരു പക്ഷേ 3D വർക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷെ ഇത് അത്ര എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ വേറെ ഇത് കഴിഞ്ഞാൽ അങ്ങനെ ആരും സൂക്ഷിച്ച് കാണില്ല. പക്ഷേ നല്ല പെർഫെക്ഷൻ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ബ്ലാക്ക് തുണി ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക്, അത് കോട്ടൺ പീസാണ്. ഇത് ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ 3D വെച്ചിട്ട് നമുക്കതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. ആപ്ലിക് വർക്ക് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ പണ്ട് കാലങ്ങളിലൊക്കെ ആപ്ലിക് വർക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ തുന്നൽ തന്നെയാണ്, ഹാൻഡ് എംബ്രോയ്ഡറി തന്നെയായിരുന്നു, അല്ലെങ്കിൽ മെഷീൻ. അപ്പോൾ ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കൈ കൊണ്ട് തുന്നുന്നത്. അപ്പോൾ ആപ്ലിക് വർക്കിന് പണ്ട് കാലത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇപ്പം നമുക്ക് 3D ഒക്കെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വന്ന് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒന്ന് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തു, ഒന്ന് നമ്മൾ 3D വെച്ചിട്ട് 3D ലൈനർ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇതിലിപ്പോൾ സിൽവർ ചെയ്താലും ഗോൾഡ് ചെയ്താലും മെറ്റാലിക് ചെയ്താലും ഒക്കെ ഭംഗിയുണ്ടാവും. ഞാൻ ഇതിൻ്റെ എഡ്ജസ് കൂടെ ഇടാണ് 3D ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ 3D വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ. 3D വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു. എഡ്ജസ് കുറച്ച് കട്ടിക്ക് ഇടുന്നതാണ് നല്ലത് കേട്ടോ. ചിലപ്പോൾ എവിടെയെങ്കിലും ഫില്ലാവാത്തതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നും കൂടി കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ വ്യക്തമായി. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ എഡ്ജസ് ഒരു ഗോൾഡൻ കളറും ഉള്ളിൽ ബ്ലാക്കും. ഈ ഡോട്ട്സ് തുണികൾ എപ്പോഴും നമുക്ക് ആപ്ലിക് വർക്കിന് നല്ല ഭംഗിയാണ്. ഇത് വൈറ്റ് ക്ലോത്തിൽ ചെയ്താൽ ഭംഗിയുണ്ടാവും. അതിപ്പോൾ ഓർഗാൻസ എൻ്റെ അടുത്ത് പീസുള്ളതുകൊണ്ട് ഓർഗാൻസയിൽ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരിക്കുന്ന സോൾട്ട് മെത്തേഡ്, നമ്മൾ സോൾട്ടിൽ മാർബിളിങ് ടെക്നിക്ക് കാണിച്ചു. ഇതാ ഈ സംഭവത്തിൽ നമുക്ക് ഇതന്ന് പിന്നീട് സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ മാംഗോ ചെയ്തു 3D വെച്ചിട്ട്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ എന്തിനു മുന്നത്തതിൽ പോയി കണ്ടാൽ മതി. ഇതിലും നമുക്ക് ആപ്ലിക് വർക്ക് ചെയ്യാം. അതേമാതിരി തന്നെ ഈ പീസിൽ നിന്ന് ഒരു കഷ്ണം, ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പീസിലേക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് മാർബിളിങ് ടെക്നിക്കാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ ഓർഗാൻസിന് വേറെ കളേഴ്സിലും നമുക്ക് പല കളറിലും കിട്ടും. ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ടൈപ്പാണ് ഓർഗാൻസ് കുറച്ച്. ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.